വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ പൊഴുത്തുക. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ സകല രോഗത്തെ സൗഖ്യമാക്കുന്നു, നമ്മുടെ അകൃത്യങ്ങളൊക്കെയും അവൻ മോചിപ്പിക്കുന്നു. നമ്മുടെ യൗവന കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്ന് 103 സങ്കീർത്തനത്തിൽ പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മുടെ അപ്പനാണ്, ദൈവം നമുക്കായി കരുതുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്നും നാം മറക്കരുത്. ഓരോ ദിവസവും നമ്മുടെ സർവാന്തരംഗങ്ങളോടുകൂടി, കാരണം നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ്, നമ്മുടെ ഇച്ഛ, നമ്മുടെ വികാരങ്ങൾ ഒക്കെയുമായി നമ്മൾ ദൈവത്തിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. കാരണം ദൈവം തന്നിട്ടല്ലാതെ നമുക്കൊന്നുമില്ല പ്രിയമുള്ളവരെ. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളത്, ഒന്നും നമുക്കുള്ളതെന്ന് പറയുവാൻ വേണ്ടി ഇല്ല. എല്ലാം ദൈവം തന്ന ദാനം. ദൈവം നൽകിയ സകല നന്മകൾക്കുമായി നമുക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദി പറയേണ്ടത് അത്യാവശ്യം. ഹല്ലേലൂയ. പല പ്രതിസന്ധികളെയും നമ്മൾ മറികടക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയിലും ദൈവത്തിന് നന്ദി പറഞ്ഞും സ്തോത്രം പറഞ്ഞും ദൈവത്തിൻ്റേതായിരിക്കുന്ന ഒരു മറുപടി വരുവാൻ, നമ്മിലേക്ക് മറുപടി അയക്കുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നൽകിയ അനവധിയായ നന്മകൾക്ക് നന്ദി പറയുവാൻ, ഇനിയും നമുക്ക് ലഭിക്കുവാനുള്ള എല്ലാറ്റിനെയും ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് അതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനുമായി ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ അപ്പൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഈ പ്രഭാതത്തിനായി നന്ദി. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. പിശാച് പലപ്പോഴും കർത്താവേ പലവിധ ചിന്താഭാരങ്ങൾ ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഓരോ ദിവസവും രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഭാരപ്പെട്ട മനസ്സോടുകൂടി, ദൈവമേ വിങ്ങിയ ഹൃദയത്തോടുകൂടി, സന്തോഷിക്കുവാൻ കഴിയാതെ ഒക്കെ കണ്ണ് തുറക്കുമ്പോഴേ വളരെ ഭാരം അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അത്ഭുതകരമായ ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. യഹോവ ശാലോം, സമാധാനത്തിൻ്റെ ദൈവം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്, എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സമാധാനം ഇന്ന് പകൽക്കാലം ചില ഹൃദയങ്ങളിൽ, ചില ജീവിതങ്ങളിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഇറങ്ങി വരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഉറയ്ക്കുവാൻ, ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആകുലപ്പെടുവാൻ അനേക വിഷയങ്ങളുണ്ട് കർത്താവേ, ഞങ്ങൾക്ക് ചിന്താകുലരായി മാറുവാൻ അനേക വിഷയങ്ങളുണ്ട്. എങ്കിലും നിൻ്റെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ട് കൊള്ളുക എന്നല്ല ചിന്തിക്കുന്ന കർത്താവേ, നിങ്ങൾ ആധിപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. കർത്താവേ, നിങ്ങളുടെ തലയിലെ മുടി നാരി ഓരോന്നും താഴെ വീണു പോകുന്ന ഓരോ മുടി നാരിഴയെപ്പോലും കർത്താവ് എണ്ണി അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിനാൽ ഞങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, ഞങ്ങളുടെ ജീവനെക്കുറിച്ച് കർത്താവെ ആധിപ്പെടാതെ നിത്യതയിലേക്ക് എത്തുവാൻ, കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ സുരക്ഷിതരാക്കി വച്ച് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇന്ന് പകൽക്കാലം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പ്രിയപ്പെട്ട ഭവനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുതൽ അത്ഭുതകരമായിട്ട് ഇറങ്ങി വരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ അപ്പച്ച. വാടകകൾ കൊടുക്കുവാനായി, കുഞ്ഞുങ്ങളുടെ മരുന്നിനായി, ഭക്ഷണത്തിനായി, വസ്ത്രത്തിനായി, കർത്താവെ മരുന്നുകൾക്കായി, ദൈവമേ പലവിധമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെ ഹൃദയം തകർന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായിരിക്കുന്ന വിടുതലുകളിൽ അവിടെ നിന്ന് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ആര് സഹായമില്ലാതിരിക്കുന്ന വ്യക്തികളൊന്ന് ഹോസ്പിറ്റലിൽ പോകുവാൻ, ഒരു സ്ഥലത്ത് കർത്താവെ ഒരു ആവശ്യത്തിനും ആര് സഹായമില്ലാതിരിക്കുന്ന ചിലർക്കായി അത്ഭുതകരമായിരിക്കുന്ന ദൈവമേ ദൂതന്മാരുടെ സാന്നിധ്യം പോലെ പല വ്യക്തികളെ ദിവസങ്ങളിൽ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ഡിപ്രഷൻ പോലെ ദൈവമേ പലപ്പോഴും ഞങ്ങളുടെ മാനസികാവസ്ഥകൾ, ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറിപ്പോകുന്നു. ഞങ്ങൾക്ക് തന്നെ അതിലൊരു നിയന്ത്രണമില്ല. ചിലപ്പോൾ സങ്കടമാണ്, ചിലപ്പോൾ സന്തോഷമാണ്, പെട്ടെന്ന് കോപിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ആരോടും മിണ്ടാതെ മാറിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പലതരം ദൈവമേ മാനസിക ഭാവങ്ങളുമായിരിക്കുന്നവരെ ഒന്ന് ദൈവസന്നിധിയിൽ ഉറയ്ക്കുവാൻ, ഒരു സ്ഥിര സ്വഭാവത്തിലേക്ക് കടന്നു വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, ഹല്ലേലൂയ, ദുഷ്ടനോട് സർവായുധ വർഗം ധരിച്ചു ദൈവമേ അവനെ ഓടിച്ചു കളയുവാൻ അവിടെ നിന്ന് സഹായിക്കണം പച്ച. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകളുമായുള്ള വിഷയത്തിൽ, കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ കർത്താവെ പലതും തടസ്സങ്ങളിട്ട് അവരെ അലസരാക്കി, ഭയപ്പെടുത്തി, കർത്താവെ അവർക്ക് ഓർമ്മ നിൽക്കാതെ ഒക്കെ പിശാച് പൊരുതുന്ന ചില മണ്ഡലങ്ങൾ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച.
ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾ കർത്താവെ, അവർക്ക് ചില കുഞ്ഞുങ്ങൾക്ക് പല പേപ്പറുകൾ ദൈവമേ എഴുതിയെടുക്കുവാനുണ്ട്. അതിനെക്കുറിച്ച് ഓർത്തൊക്കെ വളരെ നിരാശയോടുകൂടി ഇരിക്കുന്ന ഭവനങ്ങൾ, പ്രതീക്ഷിച്ചതുപോലെ ദൈവമേ അഡ്മിഷനുകൾ ഒരുങ്ങിയില്ല എന്നൊക്കെ ഭാരപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ഹിതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹങ്ങൾ നടക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് നൽകണമേ അപ്പാ. ദൈവമേ ജോലികളില്ലാതിരിക്കുന്നവർക്ക് ജോലികൾ ഓപ്പൺ ആകുവാനായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ ദൈവമേ തുറക്കപ്പെടട്ടെ കർത്താവെ. അവിടെ തന്നെ ദൈവമേ പലതരത്തിലുള്ള അവരുടെ പേപ്പർ വർക്കുകൾ കർത്താവെ, ടാക്സ് സംബന്ധിച്ച് കർത്താവെ, ഭവനം സംബന്ധിച്ച്, PR-നായി, വർക്ക് പെർമിറ്റിനായി, ഗ്രീൻ കാർഡുകൾക്കായി കർത്താവെ, എന്തൊക്കെയാണോ ജോലിക്കും അവിടെ താമസത്തിനുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാം ആവശ്യമായിരിക്കുന്നത്, അവരുടെ പഠനത്തിന് വേണ്ടി ആവശ്യമായിരിക്കുന്നത്, ഏതെല്ലാം വിഷയങ്ങളിൽ ചില ലൈസൻസുകൾ എഴുതിയെടുക്കുവാൻ വേണ്ടി, ചില ജോലികളിൽ സ്ഥിരമാകുവാൻ വേണ്ടിയൊക്കെ ഒത്തിരി കർത്താവെ ആകുലതകളോടുകൂടി ഇരിക്കുന്നവരെ അവിടെ നിന്ന് ദൈവമേ പല മേഖലകളിൽ ഉറപ്പിക്കണമേ, വഴികൾ തുറക്കണമേ, കരുതലുകൾ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ചപ്പൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു കർത്താവെ. യുദ്ധമുഖത്തായിരിക്കുന്നവർ, സാലറി ലഭിക്കാതിരിക്കുന്നവർക്ക്, പെൻഡിങ് ആയി കിടക്കുന്നതെല്ലാം ദൈവമേ കടന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം, സമീകൃതമായിരിക്കുന്ന ആഹാരമൊക്കെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആ യുദ്ധം കാരണം മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിൽ കർത്താവെ വിലക്കയറ്റവും മറ്റൊന്നും ഉണ്ടാകാതെ ദൈവമേ ജനത്തെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നിൽക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. എങ്കിലും കർത്താവെ ദൈവഹിതം, ദൈവം കാലങ്ങൾക്കായി എഴുതി വെച്ച കാര്യങ്ങൾ ദൈവമേ അതെല്ലാം നടക്കണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയല്ല. യുദ്ധവും യുദ്ധശ്രുതിയും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ നടക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് കുറേ കൂടി അടുത്ത് വരുവാൻ, യേശുവിൻ്റെ ഹൃദയത്തോട് കുറേ കൂടി പറ്റിച്ചേർന്നിരിക്കുവാൻ, അവൻ്റെ കാൽവരിയിലെ ജയത്തെ ആഘോഷിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് ക്രമീകരിക്കുവാൻ സഹായിക്കണമേ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പൽക്കാലം ദൈവാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ കർത്താവെ. ബ്രെയിൻ ചുരുങ്ങി പോകുന്ന ചില സെൽസൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർ ജീവനിലേക്ക് വരട്ടെ. നടക്കുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തികൾ നടക്കട്ടെ പച്ച. ദൈവമേ സ്ട്രോക്കെല്ലാം വന്ന് കർത്താവെ, നെർവ് സിസ്റ്റത്തിലെല്ലാം കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്കിൻ അലർജികൾ മാറട്ടെ പച്ച, ഫുഡ് അലർജികൾ മാറട്ടെ ദൈവമേ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർ ദൈവമേ അതിൽ നിന്ന് പുറത്തു വരട്ടെ ദൈവമേ. ഈ ചൂട് കാലാവസ്ഥയിൽ കർത്താവെ ശരീരങ്ങളെ എല്ലാം ഉടനെ തണുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിലൊരു മഴ ലഭിക്കുവാൻ, അന്തരീക്ഷം തണുക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. വിവിധ രാജ്യങ്ങളിൽ വിവിധ കാലാവസ്ഥകളിൽ കിടക്കുന്നവർ കർത്താവെ, നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ ചൂടിലേക്ക് പോകുന്നു ഞങ്ങൾ. അവരെ എല്ലാം അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. തണുപ്പിലായിരിക്കുന്നവരെ ദൈവമേ, മാറി മാറി വരുന്ന ദൈവമേ ഓരോ ക്ലൈമറ്റിലും നിങ്ങളുടെ എല്ലാം ഓരോരുത്തരുടെ ശരീരങ്ങളെ അവിടെ നിന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലൊക്കെ ഇരിക്കുന്നവർ കർത്താവെ, കുടുംബങ്ങൾക്ക് അവരൊരു അനുഗ്രഹം തന്നെയായിരിക്കട്ടെ. ആർക്കും ഒരു ബാധ്യതയായി തീരരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 75 സങ്കീർത്തനം അതിൻ്റെ 6-7 വാക്യങ്ങൾ പറയുന്നു: കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. ദൈവ ന്യായാധിപതിയാകുന്ന അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ഒരടിസ്ഥാനമാകുന്നു ഇത്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഉയർത്തുന്നൊരു ദൈവം, മാനിക്കുന്നൊരു ദൈവം, ആദരിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല, ഒരിടത്തു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. തലമുറകൾ ഉയരണമെന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറണമെന്ന്, നാം നല്ലൊരു ആത്മീയ നിലവാരത്തിലേക്ക് വരണമെന്ന്, നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾക്ക് വ്യത്യാസം വേണം, നമ്മുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകണമെന്ന്, ജീവിതത്തിൻ്റെ നിലവാരമുള്ള എല്ലാം മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഇല്ല. ഹല്ലേലൂയ. അതിനായി നാം പലതരത്തിൽ അധ്വാനിക്കുകയാണ്. ഹല്ലേലൂയ. വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനായി, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ അത്യധ്വാനം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നു, വസ്തുക്കൾ വാങ്ങുവാനായി പരിശ്രമിക്കുന്നു, നല്ല വാഹനങ്ങൾ വാങ്ങുവാനായി പരിശ്രമിക്കുന്നു. ഇതിനെല്ലാം മാനുഷികമായിരിക്കുന്ന നമ്മുടെ കഴിവുകൾ, നമ്മുടെ ആശ്രയങ്ങൾ, ഇതെല്ലാം നാം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണം. നമ്മുടെ കഴിവൊന്നുമല്ല നമുക്ക് ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരുന്നത്. അഭിവൃദ്ധിയിലേക്ക്, വിശാലതയിലേക്ക്, ഉയർച്ചയിലേക്ക്, മാന്യതയിലേക്ക്, ആദരവിലേക്കൊക്കെ കൊണ്ടുവരുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ പറയും: ഞാൻ എൻ്റെ ജനത്തെ ആദരിക്കും, അവരിൽ നിന്ന് ലജ്ജയെ ഞാൻ നീക്കിക്കളയും, അവരെ ഞാൻ അനുഗ്രഹിക്കും, അവർക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത്, ഒരിക്കൽ തലകുനിഞ്ഞു പോയ സ്ഥാനത്ത്, ഒരിക്കൽ ശൂന്യമായി പോരുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഒരു സ്പർശനം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ നാം ആയിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ആയാൽ, ദൈവം നമ്മെ
എല്ലാ രീതിയിലും നമ്മുടെ അവസ്ഥകളെ നിശ്ചയമായി മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുന്ന കുശവൻ തൻ്റെ കരങ്ങളിലിരുന്ന് ആ പാത്രം പൊട്ടിപ്പോയപ്പോൾ വീണ്ടും അതിനെ ഒരു മാനപാത്രമാക്കി തീർത്തതുപോലെ ഇത് കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളും പറയണം, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്കൊരു ഉയർച്ച വരുന്നുണ്ട്. അത് നിശ്ചയം ഞാൻ പ്രാപിക്കും, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഞാൻ വിശാലത പ്രാപിക്കും, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങൾ ശുശ്രൂഷയിൽ തഴയ്ക്കും, സമ്പത്തിൽ തഴയ്ക്കും, ആരോഗ്യത്തിൽ തഴയ്ക്കും. പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. കാരണം പൊട്ടിപ്പോയ പാത്രത്തെ വീണ്ടും ഒരു പാനപാത്രമാക്കുവാൻ കുശവന് കഴിഞ്ഞുവെങ്കിൽ ഈ സകലത്തിൻ്റെ ഈ സൃഷ്ടാവും പരിപാലകനുമായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് എന്താ സാധ്യം? അതുകൊണ്ട് പ്രിയമുള്ള നിങ്ങളും പറയണം, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, ആ മനുഷ്യനിൽ നിന്നല്ല, ഈ മനുഷ്യനിൽ നിന്നല്ല, അതിൽ നിന്നല്ല, ഇതിൽ നിന്നല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ഒരു ഉയർച്ച വരുന്നുണ്ട്. നീതിമാൻ്റെ കൊമ്പുകളെ ഉയർത്തി വയ്ക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനുമെന്ന് 3-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനങ്ങളിലെല്ലാം ദൈവികമായിരിക്കുന്ന ഒരു ഉയർച്ചയും മാന്യതയും ആദരവും വരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.